ബിഗ് ബോസിൻ്റെ അലയടികൾ അങ്ങായിട്ട് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഓരോ ദിവസം കഴിയുന്നോറും ഇന്ന് തീരും നാളെ തീരും എന്നൊക്കെ ആശിച്ച് കാത്തിരിക്കുകയാണ്. രാവിലെ കണി കണ്ടത് തന്നെ ഒരു വീഡിയോ കണ്ടിട്ടാണ്, ഒരു മുഖം കണ്ടിട്ടാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒന്ന് ചിരിക്കാൻ വേണ്ടി മാത്രം, ജസ്റ്റ് ഫോർ എ ഫൺ, ചിരിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം. അതൊരു ഫണ്ണായിട്ട് മാത്രം എടുക്കാവൂ, ആരും ഹേർട്ട് ആവരുത്. അനുമോളുടെ PR-ൻ്റെ പിന്നാലെ ഓടുന്ന ആൾക്കാർ കണ്ടില്ല എന്ന് നടിക്കുന്ന അല്ലെങ്കിൽ കാണാതെ പോയ ഒരു കുഞ്ഞു കാര്യം ഞാൻ നിങ്ങളത് കാണിക്കുകയാണ്. ഒന്ന് കണ്ടു നോക്കൂ, ഫണ്ണാണേ. പനിച്ചേട്ടന് PR കൊടുത്ത ആളുകൾ തന്നെയാണ് അനുവിന് PR കൊടുത്തേക്കുന്നത്. പിന്നെന്താ, ആദ്യം 50,000 കൊടുത്തു, ഇനി ഇറങ്ങിയിട്ട് ബാക്കി കൊടുക്കും. അനുവിന്റെ PRO ടീമിനെ അല്ല ഞാൻ PRO ഏൽപ്പിച്ചത്. ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ചേട്ടന് PR ഉണ്ടായിരുന്നോ? ഇല്ല. അനുവിന് PR ഏൽപ്പിച്ച സംഘത്തെ അല്ല ഞാൻ PR ഏൽപ്പിച്ചത്. അപ്പോൾ ചേട്ടന് PR ഉണ്ടായിരുന്നോ? ഇല്ല, എനിക്ക് PR ഇല്ല. എന്തെങ്കിലും ആവട്ടെ, എന്തായാലും ഷോ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കി പോയി കഴിഞ്ഞു. പക്ഷേ ചില ആൾക്കാർക്ക് ഓരോ ദിവസം കഴിയുന്നവരും ഇങ്ങനെ തികട്ടി വരികയാണ്. അനുവിന് കപ്പ് കിട്ടിയതിനെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നിട്ടും പറയുന്നത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ സ്വയം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആരെക്കുറിച്ച് ഞാൻ ഈ പറയുന്നത് ചോദിച്ചാൽ അതിലേക്ക് വരാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ച് ആ ഹൈപ്പൊക്കെ ഒന്ന് കൊടുത്ത് വയ്ക്കൂ. ഒരു സന്തോഷ വാർത്ത കൂടി അറിയിക്കാനുണ്ട്. നമ്മുടെ ചാനൽ 10,000 കുടുംബമായിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സന്തോഷം കൂടി ഞാൻ ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. സോ ഇപ്പോഴും കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹം അറിയിക്കുന്നു. നന്ദി പറയുന്നില്ല, കാരണം ഒരു ഫാമിലി അല്ലേ. അപ്പോൾ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ സ്നേഹം അറിയിക്കുവാണ്. ഇനിയും മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ കൂടെ ഉണ്ടാവണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. വിഷയം വേറൊന്നുമല്ല, കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൻ്റെ ഫൈനലിൻ്റെ സമയത്തൊക്കെയാണെന്ന് തോന്നുന്നു, അഖിൽ മാരാർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ റീഎൻട്രി ചെയ്ത ആൾക്കാർ അവരവിടെ പോയിട്ട് കാണിച്ച കുറേ കാര്യങ്ങൾ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, അവിടെ പോയി നിലവിലുള്ള കണ്ടസ്റ്റൻസിനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്താൽ പോരായിരുന്നോ എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ശൈത്യയുടെ പേര്, അഡ്വക്കേറ്റ് ശൈത്യയുടെ പേരൊക്കെ എടുത്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ശൈത്യമോൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ശൈത്യമോൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ശൈത്യമോൾ വന്നിട്ട് പറഞ്ഞു പോയ കൂട്ടത്തിൽ മാരാറെ കയറിയൊന്ന് ചൊറിയുകയും ചെയ്തു. മാരാറ് കൊട്ടിയാൽ എന്താ മാക്രി കരയും, പക്ഷേ അഡ്വക്കേറ്റ് ശൈത്യ കരയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മാസ് ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു. അടിച്ചിട്ട് ആശാത്തി നേരെ വാരണാസിക്ക് പോയി. നല്ല കാര്യം, മോക്ഷപ്രാപ്തിക്ക് വേണ്ടി പോയതാണ്, നല്ല കാര്യം, പ്രാർത്ഥിച്ചിട്ടൊക്കെ വരട്ടെ. പക്ഷേ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ആളെ പറഞ്ഞു വിട്ടേക്കാണ്. മാരാർ അതിനെതിരെ ഒരു വീഡിയോ ഒക്കെ ചെയ്തു. ആ വീഡിയോ സർക്കാസ്റ്റിക്കായിട്ട് ഈ മാക്രികളൊക്കെ വെച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും ശൈത്യയ്ക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല. മാരാരുടെ അഭിപ്രായം പറഞ്ഞു, അത് ആങ്ങ് വഴിക്കങ്ങ് വിട്ടാൽ മതിയായിരുന്നു. പക്ഷേ അതിനകത്ത് ശൈത്യ ഒരു എന്താ പറയുക, ആവശ്യമില്ലാത്തൊരു പ്രസ്താവനയൊക്കെ കൊണ്ട് വന്നു. ഓക്കെ ഫൈൻ, മാരാർ അതിന് തിരിച്ച് റിയാക്ട് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ശൈത്യ വാരണാസിനൊക്കെ തിരിച്ച് വന്നിട്ടായിരിക്കും അതിന് പ്രതികരിക്കുന്നതെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ദ ലേഡി ബിഗ് ബോസ് ഓഫ് സീസൺ 7 എന്ന് സ്വയം പ്രഖ്യാപിത ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയ KB ശാരികയുടെ ഒരു വീഡിയോ ഇന്ന് രാവിലെ കണ്ടു. ശാരിക ഘോരം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഞാനത് കേട്ടപ്പോൾ ഇവർക്ക് എന്തിൻ്റെ കേടാണ് എന്ന് തോന്നിപ്പോയി. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നിനക്ക് എന്തിൻ്റെ കേടാണെന്ന് ചോദിക്കും. നമ്മുടെ പണി ഇതാണല്ലോ, റിയാക്ഷൻ. അപ്പോൾ ശാരികയുടെ വീഡിയോ കണ്ടപ്പോഴേക്കും ഈ ശാരിക പറയുന്നത് കേട്ടാൽ സീസൺ 7 കണ്ടസ്റ്റൻസിനെ കുറിച്ച് എന്തിനാണ് സീസൺ 5 അഖിൽ മാരാർ വന്ന് സംസാരിക്കുന്നതെന്ന് ചോദിച്ചു. അല്ല, ശൈത്യ പറഞ്ഞതിന് ശാരികയ്ക്ക് ഇത്രയും പൊള്ളാനുള്ള കാര്യം എന്താണ്? എനിക്കത് മനസ്സിലായില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ശാരികയുടെ വീഡിയോ, ശാരിക എന്താണ് പറയുന്നത്, ഓരോരോ പോയിന്റ് ആയിട്ട് നമുക്ക് സംസാരിക്കാം. ഹായ് ഹലോ നമസ്കാരം, ഏവർക്കും എൻ്റെ ചാനലിലേക്കും എൻ്റെ വീഡിയോയിലേക്കും വീണ്ടും സ്വാഗതം. ചിലവരുടെ ബഹളം കാണുമ്പോൾ, ചിലവരുടെ ഈ ഒരു ഓവർ കോൺഫിഡൻസും ഞാനെന്ന ഭാവവും കാണുമ്പോൾ നമുക്ക് പ്രതികരിക്കാതിരിക്കാനാവില്ല. പറഞ്ഞു വരുന്നത് നമ്മുടെ അഖിലിനെ കുറിച്ചാണ്. അല്ല, അഖിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അഖിൽ മാരാർ അദ്ദേഹം ആരാണെന്നാണ് അദ്ദേഹത്തിൻ്റെ വിചാരം. ആക്ച്വലി അത് ലൈവ് കാണുമ്പോൾ സത്യം എനിക്ക് ചിരി വരാറുണ്ട്. നേരത്തെ ഞാൻ ബഹുമാനത്തോടെ കണ്ടിരുന്നൊരു മനുഷ്യനായിട്ടോ, എനിക്കിപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ചിരിയാണ് വരുന്നത്. സത്യത്തിൽ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപ് എനിക്ക് ശാരികനെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു, തുറന്നു പറയാമല്ലോ. അവരുടെ ഹോട്ട് സീറ്റ് പ്രോഗ്രാം അതൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. ആളുകളെ വിളിച്ചിരുത്തിയിട്ട് അവരുടെ പ്രോഗ്രാമിൻ്റെ ഒരു സ്ട്രാറ്റജി അങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു പാറ്റേൺ അങ്ങനെയാണ്. ഗസ്റ്റിനെ വിളിച്ചിരുത്തിയിട്ട് അവരെ മാക്സിമം ഇൻസൾട്ട് ചെയ്ത് വിടുക, മാക്സിമം ഇറിറ്റേറ്റ് ചെയ്ത് വിടുക. ഇതായിരുന്നു അവരുടെ ഹോട്ട് സീറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 1-2 വീഡിയോ ഒക്കെ ഇവർക്കെതിരെ ചെയ്തിട്ടുണ്ട്. ഒട്ടും ഇഷ്ടമല്ലെന്ന് എനിക്ക്. പക്ഷേ ബിഗ് ബോസിൽ പോയിട്ട് ഇവരുടെ പെർഫോമൻസ്, ഒരുപാട് പെർഫോമൻസ് കാണിക്കാനുള്ള സമയം അവർക്ക് കിട്ടിയില്ലെങ്കിൽ പോലും കുഴപ്പമില്ല, ഒരു ശുദ്ധ ഹൃദയമുള്ളൊരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിരുന്നു ഫസ്റ്റ് പോയ സമയത്തെ കാര്യം പറയുന്നത്. പക്ഷേ രണ്ടാമത് റീഎൻട്രിക്ക് ചെന്ന് കയറിയിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. ഇവരുടെയൊക്കെ വിചാരം, റീഎൻട്രിക്ക് പോയ ആൾക്കാരുടെ വിചാരം അവർ ആദ്യമായിട്ട് ഹൗസിലേക്ക് ചെന്ന് കയറുന്നൊരു ഫീലാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഫൈനൽ 5 പോകുമെന്നൊക്കെ വിചാരിച്ചിട്ട് പല ആൾക്കാരും അവിടെ ഭയങ്കരമായിട്ടൊക്കെ ഷോ ഓഫ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശാരിക സെക്കൻഡ് ഹാഫ് ചെന്നപ്പോൾ, അതായത് റീഎൻട്രി ചെന്നപ്പോഴേക്കും വീണ്ടും
പഴയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഒരു സുഖക്കേട് തോന്നി. ഇപ്പോൾ ഇവിടെ വന്നിട്ട് എന്തിനാണെന്ന് അറിയില്ല ശൈത്യയുടെ വിഷയത്തിൽ കയറിയ വള്ളി പിടിക്കുന്നത്. അത് മാരാരുടെ നാവി നടത്ത കേൾക്കാൻ വേണ്ടിയാണോ? മാരാർ മിക്കവാറും ഒന്നും പറയാൻ ചാൻസ് ഇല്ല. ഞാൻ വിചാരിച്ചു ശൈത്യയുടെ വിഷയം വന്നപ്പോൾ, ശൈത്യയുടെ വീഡിയോ വന്നപ്പോൾ മാരാർ ഒരു സ്റ്റോറി ഇട്ടു. ആ സ്റ്റോറി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ കൂടുതലൊന്നും പറയില്ലായിരിക്കും, പ്രത്യേകിച്ചൊന്നും സംസാരിക്കാൻ സാധ്യതയില്ലെന്ന് വിചാരിച്ചു. പക്ഷേ കൊടുക്കേണ്ടത് കണക്കിന് കൊടുത്തു. അത് കണ്ടപ്പോഴാണ് ശൈത്യയ്ക്ക് വേണ്ടി, ശൈത്യ ഇപ്പോൾ വാരണാസിയിലാണല്ലോ, അവിടെ നിങ്ങളുടെ എത്തിയിട്ടില്ലല്ലോ, അപ്പോൾ എത്തുന്നതിന് മുന്നേ തന്നെ ആ ചൂടോടെ അഖിൽ മാരാർക്ക് മറുപടി കൊടുക്കാൻ വേണ്ടിയാണ് ദ ലേഡി ബിഗ് ബോസ് എന്ന് സ്വയം പ്രഖ്യാപിത കണ്ടസ്റ്റന്റിനെ ഇറക്കിയത്. ഇപ്പോൾ ശൈത്യ സന്തോഷിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നുണ്ട്. അതായത് അവർ BB7 ഒരു കണ്ടസ്റ്റന്റ് ആണ്. അവർ കട്ടപ്പ എന്ന് പറഞ്ഞ ഒരു പേരിട്ട് അവരെ ആൾക്കാർ വിളിക്കുന്നു. അയ്യോ, നിങ്ങൾക്ക് തെറ്റി. അവരെ ആ പേരിട്ട് ആദ്യം വിളിച്ചത് അവർ തന്നെയാണ്. പിന്നെ അവരുടെ അമ്മയും വിളിച്ചു. അവർ പറഞ്ഞു, ഏഷ്യാനെറ്റ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ പിന്നിൽ നിന്ന് കുട്ടുന്നതായിട്ട് ആരെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ പറഞ്ഞു അത് ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റൊക്കെ ഏഷ്യാനെറ്റ് ഡിലീറ്റ് ചെയ്തു. അവരുടെ അമ്മ വന്നിട്ട് ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കൊച്ചാട്ട അതെൻ്റെ മകൾ തന്നെയാണ്, ബ്രാക്കറ്റിൽ കട്ടപ്പ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ തന്നെയാണ് അവരെ സ്വയം പ്രഖ്യാപിച്ചത്. പിന്നെ നാട്ടുകാർ വിളിച്ചു. നാട്ടുകാർ വിളിക്കുന്നത് സ്വാഭാവികം, കാരണം പ്രവർത്തികൾ അങ്ങനെ ആയിരുന്നല്ലോ. കട്ടപ്പ ചെയ്തതിനകത്തൊരു ന്യായം ഉണ്ടായിരുന്നു. പക്ഷേ അഡ്വക്കേറ്റ് ശൈത്യ ചെയ്തതിനകത്ത് എന്ത് ന്യായമാണ് പറയാനുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഹൗസിനകത്ത്, അതായത് ആര്യനോട് അനുമോൾക്ക് ക്രഷ് ഉണ്ട് എന്ന് ഹൗസിൽ പ്രചരിപ്പിച്ചത് ശൈത്യയാണ്. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാനൊരു കാര്യം വിശ്വസിച്ച് പറയുമ്പോൾ ആ ഫ്രണ്ട് 10 പേരോട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിശ്വാസവഞ്ചനയല്ലേ? അതിനല്ലേ പുറകിൽ നിന്ന് കുത്തുക എന്ന് പറയുന്നത്? അതേ കാര്യമാണ് അഡ്വക്കേറ്റ് ശൈത്യ അതിനകത്ത് ചെയ്തിരുന്നത്. ബിൻസി അപ്പാനി വിഷയം ഹൗസിനകത്ത് സ്പ്രെഡ് ചെയ്തത് ശൈത്യയായിരുന്നു. ഇത് പുറത്ത് നമ്മൾ കണ്ട കാഴ്ചയാണേ. നിങ്ങൾ അകത്തുള്ള ആൾക്കാർ കണ്ടത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ പുറത്ത് ചാനലിൽ കൂടി ലൈവും എപ്പിസോഡും കണ്ട് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അപ്പാനി ബിൻസി വിഷയം ഹൗസിനകത്ത് സ്പ്രെഡ് ചെയ്തത് ശൈത്യയായിരുന്നു. അവിടെയും പുറകിൽ നിന്ന് കുത്തി. ഇതുപോലുള്ള കുത്തുകൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കട്ടപ്പ എന്നുള്ള പേര്. ശരിക്കും കട്ടപ്പ എന്നല്ല വിളിക്കേണ്ടത്. കാരണം കട്ടപ്പയ്ക്ക് നീതി ഉണ്ടായിരുന്നു, നീതി ബോധം ഉണ്ടായിരുന്നു. അയാളുടെ നിസ്സഹായാവസ്ഥ കൊണ്ടാണ് അയാൾ ബാഹുബലിയെ കുത്തിയത്. പക്ഷേ ഇവിടെ നിസ്സഹായാവസ്ഥയൊന്നും അല്ല. എനിക്കിപ്പോഴും ജനങ്ങളോട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. പിന്നെ അഖിലിനെ അറിയാമെങ്കിൽ അഖിലും കൂടെ പറഞ്ഞു തരണേ. എന്തിനായിരിക്കും അവരെ നിങ്ങൾ കട്ടപ്പ എന്ന് വിളിക്കുന്നത്? ഞങ്ങൾ അകത്തുള്ള കണ്ടസ്റ്റൻസിനും പുറത്തുള്ള കണ്ടസ്റ്റൻസിനും അറിയത്തില്ല എന്തുകൊണ്ടാണ് ശൈത്യ സന്തോഷിനെ ഇന്നും കട്ടപ്പ എന്ന് വിളിക്കുന്നത്. അതിന് കാര്യം എന്താ പറയുക, നിങ്ങൾക്ക് മനസ്സിലാവാത്തത് എപ്പിസോഡ് കാണണം. മനസ്സിലായോ? നിങ്ങളിൽ ആരൊക്കെ എപ്പിസോഡ് കണ്ടിട്ടുണ്ട്? ഡേ 1 to നിങ്ങൾ എവിക്റ്റ് ആവുന്ന എപ്പിസോഡ് വരെ, അല്ലെങ്കിൽ ഈ പറയുന്ന കട്ടപ്പ എന്ന് വിളിക്കപ്പെടുന്ന ശൈത്യ സന്തോഷ് എവിക്റ്റ് ആവുന്ന എപ്പിസോഡ് വരെ നിങ്ങൾ ആരൊക്കെ കണ്ടിട്ടുണ്ട്? ആരും കണ്ടിട്ടില്ല. ആരോട് മീഡിയക്കാർ ചോദിച്ചാലും എപ്പിസോഡ് കണ്ടിട്ടുണ്ടോ? എപ്പിസോഡ് കണ്ടിട്ടില്ല. ഒരു വ്യക്തി ബിഗ് ബോസ് ഹൗസിൽ പോകുന്നത്, അല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ അവർ സ്വയം റിഫ്രഷ് ആവുന്നത് എങ്ങനെയെന്നറിയോ? എപ്പോഴെന്നറിയോ? അവർ ഉണ്ടായിരുന്ന സമയത്തുള്ള അവരുടെ പെർഫോമൻസ് എന്തൊക്കെയായിരുന്നു, എങ്ങനെയൊക്കെയാണ് അവർ പെരുമാറിയിരുന്നത്, ഇതൊക്കെ കണ്ടാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അല്ലാണ്ട് ഷോർട്സും റീൽസും മാത്രം കണ്ടിട്ട് വിലയിരുത്തിയിട്ട് കാര്യമില്ല. നിങ്ങൾ എപ്പിസോഡ് കാണണം. എപ്പിസോഡ് കാണുമ്പോൾ മനസ്സിലാവും ശൈത്യ എന്തായിരുന്നു അതിനകത്ത് കാണിച്ചിരുന്നുള്ളത്, ഷാരിക എന്തായിരുന്നു അതിനകത്ത് കാണിച്ചിരുന്നുള്ളത്, ബിൻസി എന്തായിരുന്നു കാണിച്ചിരുന്നുള്ളത്, മറ്റോരോ കണ്ടസ്റ്റൻസും എന്താണ് ചെയ്തിരുന്നുള്ളത് നിങ്ങൾ എപ്പിസോഡ് കണ്ടാൽ മാത്രമേ അറിയുള്ളൂ. അല്ലാണ്ട് ഞങ്ങൾക്കറിയത്തില്ല, എവിക്റ്റായി പോയവർക്കറിയത്തില്ല എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവും ഇല്ല. ഷാരിക ചേച്ചിയെ ഇനിയിപ്പോൾ എന്തായാലും ലൈവ് കാണാൻ പറ്റില്ല. അപ്പോൾ എപ്പിസോഡ് കാണുക. എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് ബോധം വരും എന്തൊക്കെയാണ് അവിടെ നടന്നത്, എന്തൊക്കെയാണ് സംഭവിച്ചെന്നുള്ളത്. നിങ്ങളൊരു ഏരിയ പോയിരിക്കുന്നു, അവിടെ നടക്കുന്ന കാര്യങ്ങൾ മാത്രമല്ലല്ലോ ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യുന്നത്. 1072 ക്യാമറയല്ലേ? അപ്പോൾ ഇതിനകത്തെല്ലാം നമ്മൾ കണ്ട കുറേ കാര്യങ്ങളുണ്ടേ. അത് വെച്ചിട്ടാണ് ഇവർക്ക് ഇങ്ങനൊരു പേര് വരെ കിട്ടിയത്. അപ്പം നിങ്ങൾക്ക് എന്തുകൊണ്ട് അറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ റീസൺ ഇതാണ്, നിങ്ങൾ എപ്പിസോഡ് കണ്ടിട്ടില്ല. കണ്ടാൽ നിങ്ങൾക്ക് എന്തൊക്കെയോ മനസ്സിൽ വിഷമം ഉണ്ടാവും എന്നൊക്കെയാണ് നിങ്ങളിൽ പലരും പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ കാണുന്നില്ല. കാണാത്തത് കൊണ്ടാണ് പലർക്കും റീ എൻട്രി സമയത്ത് അകത്ത് പോയിട്ട് വളരെ മോശമായിട്ട് പെർഫോം ചെയ്യേണ്ടി വന്നത്. എപ്പിസോഡ് കണ്ടിട്ട് പോയവരെല്ലാം വളരെ മാന്യമായിട്ട് പെരുമാറി അവരെല്ലാം ഉണ്ടായിരുന്ന നെഗറ്റീവ് എല്ലാം ഇല്ലാണ്ടാക്കുകയും ചെയ്തു. അനുമോൾക്കെതിരെ പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത്. അനുമോൾക്കെതിരെ എന്താണ് പ്രവർത്തിച്ചത്? ഇന്നും അനുമോൾ തുറന്നിട്ടില്ല. അത് അനുമോളുടെ ക്വാളിറ്റി. അനുമോൾ ഇതുവരെയും അനുമോളുടെ പുറകിൽ നിന്ന് കുത്തിയ ഏതൊരാളെയും പേരെടുത്ത് സംസാരിച്ച് അല്ലെങ്കിൽ അവരെ ബാക്ക് സ്റ്റാബ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ എടുത്ത് ഇട്ട് കൊടുക്കാനോ പോയിട്ടില്ല. നിങ്ങളെല്ലാവരും കൂടി അനുമോളെ വളഞ്ഞിട്ട് ആക്രമിച്ചു. ബിൻസിൻ്റെയും അപ്പാനിയുടെയും വിഷയം അനുമോളാണ് പറഞ്ഞുണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് അനുമോൾ ചെയ്തൊരു തെറ്റ്, അപ്പാനിയുമായിട്ടൊരു സ്ട്രഗിൾ ഉണ്ടായ സമയത്ത് നിങ്ങൾ കാരണമാണ് ഇവിടുന്ന് ഒരു പെങ്കോച്ച് ഇറങ്ങിപ്പോയത്, എവിക്റ്റായി പോയത് എന്നൊരു വാക്ക് ഉപയോഗിച്ചു. അത് അനുമോളുടെ ഭാഗത്തു നിന്ന് മിസ്റ്റേക്ക് ആണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അതിനൊക്കെ എത്തിച്ച കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അഡ്വക്കേറ്റ് ശൈത്യയും ഷാരികയും ബിന്നിയും അതുപോലെ ആര്യനും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന ഒരു വേദി ഉണ്ടായിരുന്നു. അവിടെ പോലും നിങ്ങൾ ബിൻസിനെയും അപ്പാനെയും കളിയാക്കി സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ എപ്പിസോഡിലും ലൈവിലൊക്കെ കണ്ട കാഴ്ചകളാണേ. ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ എപ്പിസോഡ് കാണണം. BB7 എന്ന ആ ഒരു സീസൺ അവസാനിച്ചു. PR കൊണ്ടോ അല്ലാതെയോ പകുതി കളിച്ചിട്ടോ എങ്ങനെയോ അനുമോൾക്ക് കപ്പ് കിട്ടി. അത് ജനങ്ങൾ അംഗീകരിച്ചു. അനുമോളുടെ ഷോസും അനുമോളുടെ ഉദ്ഘാടനങ്ങളും ഒക്കെ അനുമോള് മുന്നോട്ട് പോകുന്നു. തനിക്ക് PR കൊണ്ടല്ല കിട്ടിയതെന്ന രീതിയിൽ വെളുപ്പിക്കാൻ പലയിടത്തും പല ശ്രമങ്ങളും നടത്തുന്നു. ഓഹോഹോഹോഹോഹോയോയോയോ ഒരു എപ്പിസോഡിൽ ലാലേട്ടൻ തന്നെ വന്ന് പറഞ്ഞു PR കൊണ്ടൊന്നും ഇവിടെ ആരും ജയിക്കാൻ പോകുന്നില്ല, PR ഉണ്ടെന്ന് പറഞ്ഞ് ജയിക്കാനും പോകുന്നില്ല. അവിടെ ആർക്കാ PR ഇല്ലാത്തത്? ഇപ്പം ഞാൻ കുറച്ച് മുന്നേ കാണിച്ച വീഡിയോ, അപ്പം എനിക്ക് PR ഇല്ലായിരുന്നോ? അക്ബറിന് PR ഇല്ലായിരുന്നോ? ഷാനവാസിന് PR ഇല്ലായിരുന്നോ? അനീഷിന് PR ഇല്ലായിരുന്നോ? എല്ലാവർക്കും PR ഉണ്ടായിരുന്നു.
അപ്പോൾ അനുമോളുടെ മെക്കിട്ട് മാത്രം പി ആറിൻ്റെ ഒരു ആരോപണം അടിച്ചേൽപ്പിച്ചത് നിങ്ങളെപ്പോലെ കുറച്ച് ആൾക്കാരാണ്. കാരണം നമ്മൾ എവിക്റ്റായി പോയത് നമ്മുടെ കഴിവുകേട് കൊണ്ടല്ല, അത് അനുമോളുടെ പി ആറിൻ്റെ ബലം കൊണ്ടാണ്. നാണമുണ്ട് അത് പറയാൻ. എവിക്റ്റായി പോയെങ്കിൽ അത് അംഗീകരിക്കുക. അനുമോൾക്ക് കപ്പ് കിട്ടിയെങ്കിൽ നാട്ടുകാർ അംഗീകരിച്ചു. കൂടെ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസിന് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അത് പി ആറിൻ്റെ ബലം കൊണ്ട് നേടിയ കപ്പ് എന്ന് ഇപ്പോഴും പാടി നടക്കുന്നത് നിങ്ങളൊക്കെ തന്നെയാണ്, ഞങ്ങൾ നാട്ടുകാരല്ല. ബാക്കി അതൊക്കെ അനുമോളുടെ ഇഷ്ടം. അനുമോൾ എന്താണെന്ന് വെച്ചാൽ കാണിച്ചോട്ടെ. കപ്പ് എന്തായാലും അനുമോൾക്ക് കിട്ടി. ദാറ്റ് ഇസ് റിയാലിറ്റി അല്ലേ? സെക്കൻഡ് റണ്ണറപ്പും ഫസ്റ്റ് റണ്ണറപ്പും തേർഡ് റണ്ണറപ്പും ഒക്കെ അവരുടേതായ തിരക്കുകളാൽ മുഴുകിക്കൊണ്ടിരിക്കുന്നു. മറ്റു കണ്ടസ്റ്റൻസ് അവരുടെ ജോലികളിൽ മുഴുകുന്നു. അത് കഴിഞ്ഞു. ആ ഒരു മിനിമം ബോധമെങ്കിലും കാണിച്ചുകൂടെ അഖിലേ നിങ്ങൾക്ക്? ആ ബോധം കാണിക്കേണ്ടത് അഡ്വക്കേറ്റ് ശൈത്യയായിരുന്നു. മാരാറ് ഹൗസിൽ ഷോ നടക്കുന്ന സമയത്ത്, ഫൈനൽ നടക്കേണ്ട സമയത്ത് ആ ടൈമിൽ പറഞ്ഞൊരു കാര്യം അത് തിരിച്ചു വന്നിട്ട് മാരാർക്ക് ചൊറിയേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഷോ കഴിഞ്ഞെന്നുള്ള ബോധം ആർക്കായിരുന്നു വേണ്ടിയിരുന്നത്? നിങ്ങളുടെ കൂട്ടുകാരിക്കായിരുന്നു വേണ്ടിയിരുന്നത്, നിങ്ങൾക്കാണ് വേണ്ടിയിരുന്നത്. ഇപ്പം നിങ്ങൾ വന്ന് ഈ ചൊറിച്ചിൽ കാണിക്കുന്നതിന് കാര്യം എന്താണ്? എന്ത് കാര്യത്തിലാണ്? ഷോ കഴിഞ്ഞില്ലേ? എങ്ങനെയെങ്കിലുമൊക്കെ ഇവരെ അറിയണം, അതാണ് ഉദ്ദേശം അല്ലേ? അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വയ്ക്കാം. പിന്നെ ഇപ്പോൾ മാരാർ വന്ന് നിങ്ങൾക്കെതിരെ സംസാരിക്കും, അപ്പോൾ വീണ്ടും കുറച്ചുകൂടെ റീച്ച് കിട്ടും. ഇതൊക്കെ തന്നെയാണ് ലക്ഷ്യം എന്ന് പറയുന്നത്. ശൈത്യയുടെ ലക്ഷ്യം അതൊക്കെ തന്നെയായിരുന്നു. ഇതിവിടെ തീരില്ല, ഇത് ഇനിയും വരും. ഇനിയും ഇതിൻ്റെ പുറകെ ലൂപ്പായിട്ട് വീഡിയോ വന്നുകൊണ്ടിരിക്കും എനിക്ക് തോന്നുന്നത്. ബാക്കി പിന്നെ ഒരാളെ പുറകെ നടന്ന് ആക്രമിച്ചാൽ, അതും തൻ്റെ സീസണിലല്ലാത്ത ഒരാൾ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ആക്രമിച്ചാൽ സ്വാഭാവികമായിട്ടും അവർ പ്രതികരിച്ചു പോകും. അത് തന്നെ ശൈത്യം ചെയ്തു. ഒരാളെ പുറകെ നടന്ന് ആക്രമിച്ചാൽ മാരാർ എവിടെയാണ് പുറകെ നടന്ന് ആക്രമിച്ചത്? അയാളോട് ആരോ എവിടെയോ ഏതോ മീഡിയക്കാരൻ ബിഗ് ബോസിൻ്റെ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു, ആളുടെ അഭിപ്രായം പറഞ്ഞു. അതെങ്ങനെയാണ് ആക്രമണമാവുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്കൊക്കെ ഈ നെഗറ്റീവിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തിനാണ് ഈ ഷോയ്ക്ക് പോയത്? എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുക. ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ അങ്ങനത്തെ ഒരു ഷോ ആണെന്നും അതിനകത്ത് പോയി കഴിഞ്ഞാൽ നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാകുമെന്നും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായാലും നമ്മളത് അക്സെപ്റ്റ് ചെയ്യാൻ ബാധ്യസ്ഥരാണെന്നും മനസ്സിലാക്കി തന്നെയല്ലേ പോയത്. പിന്നെ എന്നെ അവരത് പറയുന്നു, ഇവരിത് പറയുന്നു. പൊതുജനമാണ്, പല രീതിയിലും റിയാക്ഷൻ വരും. അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു ഷോയ്ക്ക് പോകരുതായിരുന്നു. എന്നെ ആയിരുന്നു പറയാൻ പാടില്ല, ഞാൻ എനിക്ക് തോന്നിയ പോലെ കാണിക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുള്ളൂ. അപ്പം അഖില് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. ഞങ്ങൾ BB7 പങ്കെടുത്ത മത്സരാർത്ഥികൾ പരസ്പരം പോരടിക്കുന്നതും കുത്തിപ്പറയുന്നതും ചൊറിയുന്നതും ഒക്കെ സ്വാഭാവികം. 2 വർഷം മുമ്പ് നടന്ന സീസണിലെ മത്സരാർത്ഥിയായ അഖിൽ മാരാർക്ക് ഇതിലെന്താണ് കാര്യമെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞുകൂടാ. ഇന്ത്യൻ പൗരനായതുകൊണ്ട് അയാൾ റിയാക്ട് ചെയ്യുന്നു. അയാളുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അയാൾക്കുണ്ട്. ആരെക്കുറിച്ചും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അയാൾക്കുണ്ട്. അത് അയാൾ ചെയ്തു. അതിന് കുരു പൊട്ടിയിടൊന്നും യാതൊരു കാര്യമില്ല. അഭിപ്രായം ഒരാൾ ചോദിച്ചപ്പോൾ അയാൾ അഭിപ്രായം പറഞ്ഞു. ഇതിനകത്ത് കയറി പിന്നെ വന്നിട്ട് അങ്ങനെയല്ല ആക്രി കരയും ശൈത്യ കരയിലൊക്കെ പറഞ്ഞ ആരാണ്? അപ്പോൾ അങ്ങോട്ട് പോയി ചൊറിഞ്ഞിട്ട് ഇങ്ങോട്ട് മാന്ത് കിട്ടുമ്പോൾ ഇരുന്നിട്ട് കരുതിയിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. പിന്നെ അയാളുടെ സ്റ്റാൻഡേർഡ്, അയാളോട് കുറച്ചൊക്കെ ബഹുമാനം ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഇപ്പോൾ വന്നിരുന്ന് ലൈവിലിരിക്കുന്നത് തന്തയ്ക്കും തളയ്ക്കും വിളിക്കാൻ വേണ്ടി മാത്രമാണെന്ന് തോന്നിപ്പോകും അഖിൽമാരാർ. കാരണം ഷാനവാസൊക്കെ എത്രയോ ഭേദം. ഇതിനകത്ത് എന്തിനാണ് ഷാനവാസിനെ പിടിച്ചിടുന്നത്? ഷാനവാസ് എന്ത് ചെയ്ത്? പിന്നെ അഖിൽമാരാർ ആ വിളിക്കുന്നത്, അതിനകത്ത് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അത് ഓരോ വ്യക്തികൾ അവരുടെ രീതിക്ക് കാര്യങ്ങൾ സംസാരിക്കുന്നു. അതിനകത്ത് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. മാരാർ തന്തയ്ക്ക് വിളിച്ചോ അല്ലെങ്കിൽ മാരാർ മറ്റെന്തെങ്കിലും പറഞ്ഞോ, അത് മാരാറുടെ രീതിക്ക് മാരാറുടെ സ്റ്റാൻഡേർഡ് മാരാർ കാണിക്കുന്നു. അതിനകത്ത് പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. അത് നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടാവും. കാര്യം ഞാനത് കേട്ടില്ല. തൊപ്പിയോട് സംസാരിക്കുമ്പോഴാണ് നീ എന്നെ വിളിച്ചതാണോ അതോ നിൻ്റെ വാപ്പേനെ വിളിച്ചതാണോ എന്ന് മാരാർ ചോദിച്ചത്. അത് തൊപ്പി ഉപയോഗിച്ച വാക്കതായതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. പിന്നെ മറ്റാരെങ്കിലും വിളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ഞാനത് കണ്ടില്ല, കേട്ടില്ല. അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കമൻറ്റ് ചെയ്യുക. മാരാർ വേറെ ആരെങ്കിലും തന്തയ്ക്ക് വിളിച്ചോ എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഞാനത് കേട്ടില്ല, അതുകൊണ്ടാണ്. അയാളുടെ ഗെയിമിൻ്റെ ഭാഗമായിട്ട് മത്സരാർത്ഥികളുടെ അപ്പനും അമ്മയ്ക്കൊക്കെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ ലാലേട്ടൻ വാൺ ചെയ്തപ്പോൾ പുള്ളിയെ നിർത്തി. ഇതിപ്പോൾ അഖിൽമാരാർ അത് ഏറ്റെടുത്തിരിക്കുവാന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്തൊക്കെയാണ് അയാൾ പറയുന്നത്? നിൻ്റെ അമ്മയുടെ കൂടെ നടക്കുന്ന നിൻ്റെ അച്ഛനാണെന്ന് നിനക്ക് തിരിച്ചറിയാൻ പറ്റുമോടെ എന്നൊക്കെയാണ് അഖിൽമാരാർ ചോദിക്കുന്നത്. ഇത് ആരോടാ ചോദിച്ചേ? ഞാൻ കണ്ടില്ല കേട്ടോ. ആ സംഭവം ഞാൻ കണ്ടില്ല, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അത് ചെയ്തെങ്കിൽ അത് തെറ്റാണ്. മാരാർ ചെയ്തത് തെറ്റാണ്. കാര്യം ഒരാളുടെ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഇത് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, അഡ്വക്കേറ്റ് ശൈത്യ പറഞ്ഞതിന് ഷാരിക്ക് ഇത്രയും പൊള്ളാനുള്ള കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ആ ചേതോ വികാരം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. സുഹൃത്തിനോടുള്ള സ്നേഹമാണോ അതോ സുഹൃത്ത് പറഞ്ഞിട്ട് സുഹൃത്തിന് പറയാൻ വാക്കുകൾ കിട്ടാത്തതുകൊണ്ട് ലേഡി ബിഗ് ബോസ് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ സ്വയം പറയുന്ന ഷാരിയെ കൊണ്ട് പറയിപ്പിച്ചതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. സോ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഈ പറയുന്ന വ്യക്തിയെക്കുറിച്ചും അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.